ഒരു കാലത്ത് മക്കയിലെ ഏറ്റവും സമ്പന്നനായ യുവാവ് അവസാനം മരിക്കുമ്പോൾ ഒരു മുഴുവൻ കഫൻ പോലുമില്ലായിരുന്നു. ഈ മനുഷ്യൻ ആരായിരുന്നു എന്നറിയാമോ? മക്കയിലെ ഏറ്റവും സമ്പന്നനും ഏറ്റവും സുന്ദരനുമായ യുവാവ്. അദ്ദേഹത്തിന്റെ പേര് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വിലകൂടിയ വസ്ത്രങ്ങൾ, സുഗന്ധങ്ങൾ, സുഖജീവിതം എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം അദ്ദേഹം നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം സ്വീകരിച്ചു. അതു കേട്ടപ്പോൾ കുടുംബം കോപിച്ചു. ഉമ്മ പറഞ്ഞു, ഇസ്ലാം വിടണം, അല്ലെങ്കിൽ ഈ വീട് വിടണം. മുസ്അബ് റളിയല്ലാഹു അൻഹു സമ്പത്തും സുഖജീവിതവും എല്ലാം വിട്ടു. അദ്ദേഹം തെരഞ്ഞെടുത്തത് ഈമാനായിരുന്നു. പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിലേക്ക് അയച്ചു. അവിടെ ഇസ്ലാം പ്രചരിപ്പിച്ച ആദ്യ ദാഴികളിൽ ഒരാളായി. ഉഹുദ് യുദ്ധം. മുസ്അബ് റളിയല്ലാഹു ഷഹീദായി. അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ ഒരു മുഴുവൻ വസ്ത്രം പോലുമില്ലായിരുന്നു. തല മൂടിയാൽ കാലുകൾ പുറത്താകുന്നു, കാലുകൾ മൂടിയാൽ തല പുറത്താകുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തല മൂടൂ, കാലുകളിൽ ഇലകൾ വയ്ക്കൂ. ഒരു കാലത്ത് മക്കയിലെ ഏറ്റവും സമ്പന്നനായ യുവാവ്, പക്ഷേ അല്ലാഹുവിനായി എല്ലാം വിട്ടു. ഇതാണ് യഥാർത്ഥ വിജയം. അല്ലാഹു നമുക്കും യഥാർത്ഥ ഈമാൻ നൽകട്ടെ. ആമീൻ. ഇസ്ലാമിക പഠനത്തിനായി ഉടൻ ജോയിൻ ചെയ്യുക.